ബീച്ചിലാ വാ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ മീൻ പിടിക്കാനായിട്ട്. ഏട്ടാ നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് രാവിലെ മീൻ പിടിക്കാനായിട്ട് ഇവിടുത്തെ മാരുതി ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഫിഷർമാൻ. കണ്ടോ, ബക്കറ്റും കപ്പൊക്കെ ആയിട്ട് ചൂണ്ടയൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പം സമയം ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ വെട്ടമൊക്കെ ആയിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ട്, നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഇത്ര രാവിലെ എങ്കിലും വന്നാലേ നമുക്ക് ഇവിടുത്തെ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് മാരിത് ബീച്ച്. ഇതിൽ കുറേ പേര് ഇവിടെ ഓൾറെഡി മീൻ പിടുത്തമൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ട്. പതിയെ പതിയെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങ് കാണുന്നത് ഹിൽട്ടൺ ബീച്ച് ഹോട്ടലാണ്. നമ്മുടെ ഫിഷർമാൻ നടന്ന് അങ്ങ് എത്തിന് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളെപ്പോലെ അതേ വട്ടമുള്ള വേറെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നേരം വിളിക്കുന്നതിന് മുന്നേ. പക്ഷേ ഇവിടെ രാവിലെയാണെന്നുള്ള 5:30 ഒരു ഫീലേ ഇല്ല കേട്ടോ. ഒരു തണുപ്പോ അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റോ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ചൂടുമില്ല. ഒരു എന്താ പറയുക, ചൂടുമില്ല തണുപ്പുമില്ലാത്ത ഒരു കാലാവസ്ഥ. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ചൂടും വെയിലും ആകും. നമ്മുടെ ഫിഷർമാൻ അങ്ങനെ ഫിഷിങ്ങിനുള്ള തയ്യാറെടുപ്പായിട്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പേര് ചൂണ്ടയിട്ടിരിപ്പുണ്ട് കേട്ടോ. അത് ഇവരൊക്കെ ചൂണ്ടയിടുന്ന ആൾക്കാരാണ്. ഇതൊക്കെ നേരത്തെ വന്ന ടീമാണ്, നമ്മളെക്കാളും മുന്നേ. ഇതാണ് നമ്മുടെ ബീച്ച്. എല്ലാ ഭാഷയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. മലയാളികളും ഹിന്ദിക്കാരും. ഗൈസ്, നമ്മുടെ കൂടെയുള്ള ടീമാണ്. രാവിലെ വരുമെന്ന് പറഞ്ഞതാണ്. അപ്പം അതൊക്കെ എഴുന്നേറ്റ് പെറുക്കി വരുന്നേ ഉള്ളൂ. നമ്മളിതേ ചൂണ്ടയിൽ കോർക്കാനുള്ള ചെമ്മീന് കട്ട് ചെയ്യുവാണേ. ഇവനെ കൊടുത്ത് ചൂണ്ടയിൽ കോർത്ത് പ്രലോഭിപ്പിച്ചിട്ട് വേണം മീൻകുട്ടന്മാരെല്ലാം നമുക്ക് പിടിച്ചെടുക്കാനായിട്ട്. ശേഷം ഇങ്ങോട്ട് നോക്കിയേടാ. പാവ ശേഷു രാവിലെ ആയിട്ട് വന്നേക്കുവാ. കട്ട് ചെയ്ത ചെമ്മീൻ പീസസൊക്കെ അങ്ങനെ നമ്മൾ ചൂണ്ടയിൽ കോർക്കുകയാണ്. നമ്മളങ്ങനെ പ്രൊഫഷണൽസ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. മീൻ കിട്ടുമോ ഇല്ലെന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. എന്തായാലും തിങ്ക് പോസിറ്റീവ് എന്നല്ലേ, കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്കങ്ങ് ഇടാം. അങ്ങനെ നമ്മൾ ഇടാൻ പോവുകയാണ്. കണ്ട ആടനാട്ടം കണ്ട. The fisherman Nivin. Come on. അണ്ണനാരാ? അനക്കപ്പ ഇതിനെ കുറിച്ച് ഐഡിയ ഒന്നും ഇല്ലല്ലേ? ചൂണ്ട വിത്ത് ഫിഷർമാൻ. അക്വമാൻ ആവാൻ വേണ്ടി ജനിച്ച മനുഷ്യൻ. കുറേ ആൾക്കാർ, ഒരു പണിയില്ല നിൽക്കുന്ന 2 പേര്.
കാണുമൊന്നുമില്ല. ഏ വീണ സ്ഥലം എവിടെ വീണ സ്ഥലം? ഓഹോ, നാലുമണി തൊട്ട് ഞാൻ വിളിച്ച് ഇപ്പോഴേലും വന്നു, എന്നിട്ടാണ് പറയണേ. മീനൊക്കെ ഉറക്കണിക്കണ്ടല്ലേ? അത് നേരാ. എല്ലാവരും പൊരിഞ്ഞ ഫിഷിങ്ങിലാണ് ഗായ്സ്. പോലെ പോലെ ഗായ്സ്, നമ്മുടെ അടുത്തുള്ള ആൾക്കാർ മീൻ പിടിച്ചത് അവർക്ക് കുറേ ഞണ്ടും കുറേ മീനൊക്കെ കിട്ടി ഗായ്സ്. അത് ഈ ചേട്ടൻ്റെയാണെന്ന് തോന്നണം. ചേട്ടൻ രാവിലെ വന്നേക്കും മീൻ പിടിക്കാനായിട്ട്. കുറേ ആൾക്കാരുണ്ട് ഗായ്സ്. ഇത് നമ്മുടെ അങ്ങേ തലയ്ക്കൽ, ഇത് നമ്മുടെ അങ്ങേ തലയ്ക്കൽ ആൾക്കാർ. ഇത് ചൂണ്ടാ ഷാനാസ്. ചൂണ്ട എറിയാൻ പോവുകയാണ് ഗായ്സ്. ചൂണ്ട എറിഞ്ഞ് വീഴുന്നൊന്നും നമ്മൾ കാണില്ല ഗൈസ്. ഫിഷർമാൻ ഇരുന്ന് ഗൈസ്. ആണല്ലേ? ആണോ ഫിഷർമാനെ? ഫിഷർമാൻ, ദ കോ ഫിഷർമാൻ. കിട്ടി ഗൈസ്, കിട്ടി, മീനെ കിട്ടി. നമുക്കല്ല, നമ്മുടെ തൊട്ടപ്പുറത്ത് മീൻ പിടിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക്. അവർ മീൻ കിട്ടിയതിൻ്റെ ആ ഒരു തിരയിളക്കമാണ് വെള്ളത്തിൽ കാണുന്നത്. പുള്ളി മുകളിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്നത് ചൂണ്ടക്കോലിൽ, വേറൊരു ചൂണ്ടക്കോലിൽ കുത്തി അതിനെടുത്തുകൊണ്ട് പോകുന്നു. ആഹാ, എന്താ രസമല്ലേ മീനിനെ കാണാൻ, നല്ല സുന്ദരി മീൻ. നമ്മൾ മറ്റേ ഈ വീഡിയോകളിലും ഇംഗ്ലീഷ് സിനിമകളിലും അക്വേറിയത്തിലൊക്കെ മാത്രം കാണുന്ന കൂട്ടൊരു പ്രത്യേകതരം നല്ല ഭംഗിയുള്ളൊരു മീനില്ലേ, അതുപോലെ ഇല്ലേ കാണാനായിട്ട്. പിന്നെ പുള്ളി മീനെ പിടിച്ചിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പുള്ളി അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും ആ ഒരു മീനിൻ്റെ ഒരു യോഗം. എത്ര പെട്ടെന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചാകാൻ പോവുകയാണല്ലോ, സെലിബ്രേറ്റ് ചെയ്തിട്ടല്ലേ ചാവുന്നേ, 10 പേര് കണ്ടിട്ടല്ലേ ചാകുന്നേ. എത്ര പേരാ ഫോട്ടോ എടുക്കാൻ. ശേഷന് എന്ത് മീൻ പിടിയാവാൻ അവൻ്റെ കളിയിലാണ്. നമ്മുടെ അടുത്ത ട്രൈ ചെയ്യുന്നതിന്റെ ട്രൈയില് മീൻ കൊത്തു നോക്കട്ടെ. ദേ കാക്ക പറന്നു പോകുന്നു ഗൈസ്. കടൽ കാക്കയാണോ? അയ്യോ, ഉണ്ടല്ലോ പൂച്ചക്ക് ഫാമിലി ഉണ്ടല്ലോ. പൂച്ച വിത്ത് ഫാമിലി. നല്ല മീൻ കിട്ടുന്ന സ്ഥലം നോക്കി വന്നിരിക്കുക പൂച്ച ഫാമിലി. കിട്ടുന്ന മീൻ തിന്നാലോ. നേരത്തെ പുള്ളി തന്നെ ഒരു മീനെ പിടിച്ച് ഓടി വരുന്ന കണ്ടു കേട്ടോ, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റി. അതിനിടയ്ക്ക് നമ്മുടെ ചൂണ്ടയൊന്ന് കുടുങ്ങി ഗൈസ്. പിന്നെ അതെടുക്കാനുള്ള പൂച്ച സാറ് ഭയങ്കര കലിപ്പിലായിരുന്നു. ഇത്രയും നേരം നമ്മൾ കലിപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കലിപ്പാണല്ലോ.
അടുത്ത് നമ്മുടെ ചൂണ്ട പൊട്ടിപ്പോയി ഗൈസ്. അതിന് പുതിയ ചൂണ്ട കോർക്കുകയാണ്. ഫിഷർമാൻ ഫിക്സിങ് ദ ന്യൂ. ചൂണ്ടയ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയാറിയോ എന്നാ ഗൈസ്? നിങ്ങൾക്കറിയാവോ ചൂണ്ടയ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയുന്നതെന്ന്? എനിക്ക് എന്തായാലും അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. ഞണ്ട് ഗൈസ്, ഞണ്ട്. റെഡി 1 2 3. ഐ ഗൈസ്, ഇവിടെ കുറേ ഞണ്ടുകളുണ്ട് ഗൈസ്. ക്യാമറ ഞണ്ടിനെ കാണുന്നില്ല ചേച്ചാ. ആണോ? പ്രേതത്തിനല്ലേ ഞണ്ടിനെ ക്യാമറ കാണി തരാത്ത? ഞണ്ട് പ്രേതമാണെന്ന് തോന്നുന്നു. ഞണ്ടിന്റെ ആത്മാവല്ല ഗൈസ്, ഞണ്ട് തന്നെയത്. ഫിഷർമാൻ മീൻ കിട്ടാത്തതിന്റെ വിഷമത്തിൽ ചൂണ്ടയിട്ടിരിക്കുകയാണ്. കിട്ടി ഗൈസ്, കിട്ടി. വീണ്ടും കിട്ടി മീനെ. നമുക്കല്ല, വീണ്ടും നമുക്ക് അടുത്തുള്ള ആൾക്ക് കിട്ടി. അവർ മീനെ ചൂണ്ടിയെടുത്തുകൊണ്ട് വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പോലത്തെ തന്നെ ഒരു സുന്ദരി മീനാണിതും. പക്ഷെ നേരത്തെ മീനല്ല കേട്ടോ, ഇത് വേറെ ഏതോ മീനാണ്. എന്തായാലും നമുക്ക് മീനെ കിട്ടിയിരിക്കുകയും അടുത്തുള്ളവർക്കെങ്കിലും മീനെ കിട്ടിയ സന്തോഷത്തിൽ നമ്മളെന്തായാലും തിരിച്ചു പോവുകയാണ്. നമ്മൾ വിജയകരമായി കിട്ടിയിട്ടോ. നമുക്ക് 2 മീനെ കിട്ടി. നമുക്കല്ലെന്നേ ഉള്ളൂ, നമ്മുടെ അടുത്തുള്ളവർക്ക്. ആർക്കായാലും മീൻ കിട്ടിയേ പോരല്ലേ. ഭയങ്കര വെയിലായി ഗൈസ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. പറ്റുമെങ്കിൽ വൈകുന്നേരം വരാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. പുതിയ മുക്കുവത്തി ഫൗണ്ടൻ.